സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യുണീക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ലാർജസ്റ്റ് റിട്ടൺ ലിബറൽ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 26 ജാനുവരി 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഫീച്ചർ ആണ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് ആകാൻ വേണ്ടി വളരെ കുറച്ച് കാരണങ്ങൾ നമ്മൾ ഒന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ കാര്യം 12 സ്കെഡ്യൂൾസും 448 ആർട്ടിക്കിൾസും ഉണ്ട്. അപ്പൊ തന്നെ ലെങ്തിയസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ലോകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും ഉള്ള ഏറ്റവും നല്ല ഭാഗങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ബാക്ക് ഓഫ് ബോറോയിങ്സ് എന്ന് പറയുന്നത്. So Indian constitution has incorporated various articles by taking inspiration from the various constitution of the world. പിന്നെ നമ്മളുടെ രാജ്യത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ട് അല്ലെ. ഈ വ്യത്യാസങ്ങളെ എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നിലനിർത്തിയിരിക്കുന്നത്. സോ ഇന്ത്യ is a very diverse country and it was necessary to draft a long constitution incorporating various provisions in order to accommodate various differences. അതായത് പല ഡിഫറൻസസിനെയും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വലുതാക്കിയേ പറ്റുള്ളൂ. അത് കൂടാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാരന്റ് ആക്ട് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പം അതുകൂടാതെ നമ്മളുടെ രാജ്യത്ത് ഒരുപാട് റീജിയണൽ ഡിഫറൻസസ് ഉണ്ട്, ട്രൈബൽ ഏരിയാസ് ഉണ്ട്. ഈ ട്രൈബൽ ഏരിയാസിന് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തേ പറ്റുള്ളൂ. ആസാം, മിസോറം, നാഗാലാൻഡ് പോലുള്ള ഏരിയാസ്. അപ്പൊ അവർക്ക് കുറച്ച് പ്രത്യേകതകൾ കൂടുതൽ കൊടുത്തു, അതിനുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നു. അതുകൂടാതെ നമുക്ക് കുറച്ച് ബാക്ക്വേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ SC ST കാറ്റഗറിയിലുള്ളവരോ OBC കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ഫോർവേഡ് ആക്കണമെങ്കിൽ അവർക്കുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് വേണം. ഈ പ്രൊവിഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായി മാറി, ഒരു ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയി മാറി. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അറൌണ്ട് 3 years എടുത്തു കേട്ടോ. 2 years 11 months and 18 days എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയത്. അപ്പം അത്രയും കാലം റിസർച്ച് ചെയ്ത് പല രാജ്യങ്ങളിൽ പോയി അവർ പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച് അതിലെ നല്ല ഭാഗങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും ഇപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എവിടുന്ന് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പറയും അയർലൻഡിൽ നിന്നാണ്. പാർലമെന്ററി സിസ്റ്റം എവിടത്തെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ബ്രിട്ടനിലാണ് കോപ്പി ചെയ്തെന്ന് പറയും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലെയും നല്ല നല്ല വശങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സോവറിനിറ്റി ആണ്. സോവറിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തിന് പരമാധികാരമുണ്ട്. പരമാധികാരം, സോവറിൻ പവർ ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം ആവുള്ളൂ. ഇന്റർനാഷണൽ സ്ഫിയറിൽ ഒരു കൺട്രിയെ എന്തായിട്ട് അംഗീകരിക്കണമെങ്കിൽ, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ആ രാജ്യത്തിന് സോവറിനിറ്റി ഉണ്ടാവണം. അപ്പൊ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ സുപ്രീം അബ്സല്യൂട്ട് ആൻഡ് അൺകൺട്രോളബിൾ പവർ ആണ്. അതായത് ഒരു രാജ്യം ആ രാജ്യത്തിന് വേറെ ആർക്കും തന്നെ അകത്തു നിന്നോ പുറത്തു നിന്നോ ഭരിക്കാൻ അവകാശം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ നേഷൻ സോവറിൻ നേഷൻ ആയി മാറുള്ളൂ. സോ അവിടെ 2 ടൈപ്പ് സോവറിനിറ്റി ആണുള്ളത്. വൺ ഇന്റേണൽ സോവറിനിറ്റി ആൻഡ് അനദർ വൺ ഇസ് എക്സ്റ്റേണൽ സോവറിനിറ്റി. ഇന്റേണൽ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്തെ നിയമങ്ങൾ മൊത്തം ആ രാജ്യം തന്നെയായിരിക്കും ഭരണവും നിയമവും ഉണ്ടാക്കുന്നത്. എക്സ്റ്റേണൽ സോവറിനിറ്റി എന്ന് പറയുന്നത് സുപ്രീം അതോറിറ്റി ആണ്. അവിടെ എന്ത് ചെയ്യുന്നു, എനി പാർട്ട്, അതായത് നമുക്ക് രാജ്യത്തിന്റെ ഏത് ഭാഗം വിട്ടുകൊടുക്കാനും പിടിച്ചെടുക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനുള്ള അവകാശം ആ രാജ്യത്തിന് തന്നെയായിരിക്കും. സോ എക്സ്റ്റേണൽ റിലേഷനെയും ഇന്റേണൽ ഗവേണൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ആ രാജ്യം തന്നെയാണെങ്കിൽ ആ രാജ്യം എന്താണെന്ന് പറയാം, ഒരു സോവറിൻ നേഷൻ ആണെന്ന് പറയാം. ദെൻ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം എന്നാണ് അർത്ഥം. മതേതരത്വം എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് പീസ് ബിറ്റ്വീൻ വേരിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് പല കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്. ഇവരുടെ ഇടയിലെല്ലാം സമാധാനം നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു റിലീജനും പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് സെക്യുലറിസം നിലനിൽക്കുന്നുണ്ട്. സെക്യുലറിസം പ്രൊമോട്ട്സ് ദ ഡെവലപ്മെന്റ് ആൻഡ് യൂണിറ്റി ഓഫ് വേരിയസ് റിലീജിയൻസ്. പല റിലീജിയൻസിന്റെ യൂണിറ്റിയും അതേപോലെ തന്നെ ഡെവലപ്മെന്റുമാണ് സെക്യുലറിസം പറയുന്നത്. അപ്പം
ഈ സെക്യുലറിസം എന്ന് പറയുന്ന വേർഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് 42nd അമെൻമെന്റ് ആക്ട് 1976 പ്രകാരമാണ്. രണ്ട് കേസ് ലോസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എസ ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ദിര നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നരൈൻ ആൻഡ് അനദർ. ഇങ്ങനെ രണ്ട് കേസ് ലോസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എസ ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് ലോയിൽ പറയുന്നുണ്ട് ഇൻ മാറ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് റിലീജിയൻ ഹാസ് നോ പ്ലേസ്. അതായത് സ്റ്റേറ്റിന്റെ മാറ്റേഴ്സിൽ വരുമ്പോൾ റിലീജിയന് സ്ഥാനമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് രാജ്യം ഒരിക്കലും മതത്തിന്റെ ബേസിൽ പൗരന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതേ കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നു ഇന്ദിര നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നരൈൻ ആൻഡ് അനദർ കേസിൽ. സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ. റിലീജിയന്റെ ഗ്രൗണ്ടിൽ ഒരു സിറ്റിസണിനെയും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. Then the next point is democracy. Democracy എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ജനാധിപത്യം. അപ്പൊ ജനാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജനങ്ങളുടെ ആധിപത്യമാണ്, ജനങ്ങളുടെ ഭരണമാണ്. നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉള്ള ഒരു കൺട്രിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളുടെ രാജ്യത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻഡയറക്റ്റ് ഓർ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പൊ ഡെമോക്രസി എന്ന് പറയുന്ന ആൻഷ്യന്റ് കൺസെപ്റ്റ് ആണ്. പണ്ട് തൊട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം തൊട്ട് ഇന്ത്യയിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റൂളേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നതാണ്. ഡെമോക്രസി ജനങ്ങൾക്ക് ഭരിക്കാനുള്ള പവർ കൊടുക്കുന്നു. റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഡെമോക്രസി എന്ന് പറയുന്നത്. കാരണം ഹ്യൂജ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഡയറക്റ്റ് ഡെമോക്രസി പോസിബിൾ അല്ല. ഇപ്പം മാക്കിവെല്ലിയുടെ ടെക്സ്റ്റിലൊക്കെയാണ് നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് ഒരു 35നും 60ക്കും ഇടയ്ക്കുള്ള പുരുഷന്മാർ മാത്രം ഡയറക്റ്റ് പോയി ഭരണ കാര്യങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് ചെറിയ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിലൊക്കെയാണ് ഡയറക്റ്റ് ഡെമോക്രസി നിലനിന്നിരുന്നത്. നമ്മുടെ രാജ്യം പോലെ ഇത്രയും ഹ്യൂജ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. മോഹൻലാൽ ത്രിപതി വേഴ്സസ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു കേസിനകത്ത് ഡെമോക്രസി പറയുന്നുണ്ട്. ഡെമോക്രസി വാസ് ഡിസ്കസ്ഡ് ആൻഡ് അക്കോർഡിംഗ് ടു ദ കേസ് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഡെമോക്രസി ഈസ് എ കൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ ഫിലോസഫി. ഡെമോക്രസി ഒരു കൺസെപ്റ്റ് ആണ്, ഒരു രാഷ്ട്രീയ തത്വമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? an ideal which is practiced by many nations that is culturally advanced, politically mature via resorting to governance by representatives of the people elected directly or indirectly. അപ്പം നമുക്ക് എങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ? കൾച്ചറലി അഡ്വാൻസ്ഡും പൊളിറ്റിക്കലി മെച്യൂറുമായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ഭരണ സിസ്റ്റമാണ് അല്ലെങ്കിൽ ഭരണ സംവിധാനമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ദെൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഈക്വൽ ആണെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ ഒരു പ്രൊവിഷനും 42nd അമെൻമെന്റ് ആക്ട് 1976 പ്രകാരമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സിസ്റ്റം ഓഫ് സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാലിറ്റി എമംഗ് ഓൾ പീപ്പിൾ ആൻഡ് എൻഷുവേഴ്സ് വെൽഫെയർ ഓഫ് പീപ്പിൾ. എല്ലാ ജനങ്ങളുടെ ഇടയിലും ഈക്വാലിറ്റി ഉണ്ട്, എല്ലാവർക്കും ഇടയിൽ നന്മ വെൽഫെയറും പ്രൊമോട്ട് ചെയ്യും. The term socialist was incorporated by 42nd Amendment. 42nd Amendment പ്രകാരമാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. The term socialist was discussed in the case of Samanta versus State of Andhra Pradesh, and according to the case, the term socialist is used to lessen the inequalities in income and status and to provide equality of opportunities and facilities. അപ്പോൾ സമാന്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസിൽ പറയുന്നുണ്ട് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഈസ് യൂസ് ടു ലെസൺ ദ ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകത്തിലുള്ള വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുകയും എല്ലാവർക്കും ഒരേ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുകയുമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഈ ഒരു കൺസെപ്റ്റ് വളരെ ഏറെ ഇൻട്രസ്റ്റഡ് ആയത് റഷ്യൻ റവല്യൂഷനിൽ ഈ ഒരു കൺസെപ്റ്റ് കേട്ട് ഇൻസ്പയർഡ് ആയതാണ്. അതേപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ പോലെയുള്ള ലീഡേഴ്സ് ഒക്കെ ഇതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സോഷ്യലിസം ആണ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എടുത്തു കളയാനുള്ള ഒരു കാര്യം. അപ്പൊ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഈക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, സമൂഹത്തിൽ ഇൻഇക്വാളിറ്റി ഇല്ലാണ്ടാക്കുക, ഈ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത് നമ്മൾക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇതിനെ നടപ്പിലാക്കാൻ സഹായിച്ചത്
ജവഹർലാൽ നെഹ്റു പോലുള്ള ലീഡേഴ്സ് ആണ്. അവർ അന്നത്തെ കാലത്ത് റഷ്യൻ റവല്യൂഷനൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് അതിനെ നടത്താൻ ഏറെ സഹായിച്ച ഒരാളാണ് ജയപ്രകാശ് നാരായൺ. ദെൻ റിപ്പബ്ലിക്. നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തത് ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ, ഫ്രാൻസിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. The concept of republic was borrowed from the constitution of France. The term republic provides people power to elect their own representative. അവരുടെ റെപ്രസെന്റേറ്റീവിനെ അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റണം. അതിൽ കൂടുതൽ നമ്മളൊരു രാജ്യത്തിന്റെ തലവൻ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ ആ രാജ്യം റിപ്പബ്ലിക് ആണെന്ന് പറയും. So the term republic is the basis of our constitution as it ensures there would be no hereditary rulers and also ensures that the election would be happening in our country. അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള ഭരണ ആൾക്കാരായിരിക്കരുത് ഉണ്ടാകുന്നത്. അപ്പൊ പരമ്പരാഗതമായ ഭരണ ആൾക്കാർ എന്ന് പറയുമ്പം നമുക്ക് ഈ പറയുന്നത് പോലെ ആരാണ്, രാജാവിന്റെ മകൻ രാജകുമാരൻ അടുത്ത രാജാവ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റില്ല എന്നതാണ്. ഇപ്പൊ നമ്മളുടെ രാജ്യത്തിലെ പ്രഥമ പൗരൻ എന്ന് പറയുന്ന പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ നമുക്കറിയാലോ ഇലക്ട്രൽ കോളേജ് ആണ് ഇലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭരണ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ലെവലാണ് പോകുന്നത്. നമ്മളുടെ ഹെഡ് ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്, ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി തെരഞ്ഞെടുത്തതാണ്. ഇതൊരു 6 ഫീച്ചേഴ്സ് ആണ്. നെക്സ്റ്റ് 6 ഫീച്ചേഴ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.